നേരത്തെ നമ്മൾ ശബരിമലയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ SIT പരിശോധന നടത്തുന്നത് കണ്ടിരുന്നു. ആ സമയം കോൺഗ്രസ് നേതാക്കൾ പിന്തുണയുമായി അവിടെ എത്തിയ കാര്യം സംസാരിച്ചിരുന്നു. ഏതായാലും അവിടെ എത്തിയത് ചെങ്ങന്നൂരിലെ മുൻ UDF സ്ഥാനാർത്ഥിയും KPCC അംഗവുമായ വിജയകുമാറാണ് തന്ത്രിയുടെ കുടുംബത്തിന് പിന്തുണ അറിയിച്ച് വീട്ടിലെത്തിയത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. അതിലേക്ക് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത കാര്യം പറയുമ്പോൾ അതിൻ്റെ യുക്തി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. തന്ത്രി എന്ന് പറയുന്നത് ആചാരപരമായ സംരക്ഷണമാണ് തന്ത്രിയുടെ കടമ. ആചാരങ്ങൾ ലംഘിക്കുന്നുണ്ടോ? അപ്പൊ ആചാര ലംഘനം നടത്തുന്നതിന് ആചാരപരമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഷാജഹാൻ, അദ്ദേഹത്തിന് ആ യുക്തി മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. വളരെ വ്യക്തമായ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. അതായത് ആചാര ലംഘനം എന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് പോയപ്പോൾ മിണ്ടാതിരുന്നതാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല. ആചാര ലംഘനം എന്ന് പറയുന്നത് കുറ്റകരമായ മൗനം പാലിച്ചു, അതിൻ്റെ അർത്ഥം അതിന് ഒത്താശ ചെയ്യാൻ കൂട്ടുനിൽക്കുകയായിരുന്നുവെന്ന് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന്റെ യുക്തി കോൺഗ്രസ് നേതാവിന് മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും മനു, അദ്ദേഹം അഭിഭാഷകനാണ്. അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അഭിഭാഷകനാണോ? അതെ 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 അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം 2-3 തവണ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ മന്ത്രി സജി ചെറിയാനാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്. അദ്ദേഹമാണ് ഏതാണ്ട് അല്പസമയം മുൻപ് അവിടെ എത്തുകയും അതിനുശേഷം ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്തു. തന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഇതുവരെയുള്ള SIT അന്വേഷണമൊക്കെ ശരിയായ ദിശയിലായിരുന്നു എന്ന് പറഞ്ഞവര്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്തവരെ പെട്ട് കൃത്യമായ അറസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞവർ എന്തിന് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു. തന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ SIT മിണ്ടാതിരിക്കണമെന്നാണോ ഈ കോൺഗ്രസ് നേതാക്കളും BJP നേതാക്കളും പറയുന്നത്? തീർച്ചയായിട്ടും ഇതിലൂടെ SITയും അല്ലെങ്കിൽ കോടതിയെ വരെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് അല്പസമയം മുൻപ് വന്നിട്ട് കോടതിയുടെ കാര്യങ്ങൾ നോക്കുന്നവർ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അത്തരത്തിൽ കോടതിയെ പോലും തെറ്റിദ്ധാരണയുടെ നിലനിർത്തുന്ന തലത്തിലുള്ള ചില സംസാരങ്ങളൊക്കെ അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. അതിനുശേഷമാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് പോയത്. അതിനുശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എത്തുന്നത്. കോൺഗ്രസ് നേതാവും ഇത് തന്നെയാണ്, KPCC അംഗമാണ് അദ്ദേഹം. നമുക്കറിയാം, കേരളത്തിലെ കോൺഗ്രസ് തന്നെയാണ് ശബരിമല വിഷയത്തിൽ പാരഡി ഗാനങ്ങളടക്കം ഇറക്കി ഈ അയ്യപ്പന്റെ സ്വർണം തിരിച്ചെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന ആ ഒരു നേതാവ്, അങ്ങനെയുള്ള ഒരു KPCC അംഗമാണ് ഇപ്പോൾ എന്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ അറസ്റ്റുകളൊന്നും ശരിയായ രീതിയിലായിരുന്നില്ല എന്ന് തന്നെയാണോ അദ്ദേഹത്തിന്റെ നിഗമനം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.